നാടൻ കോഴി വരട്ടിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി 2 കിലോ നാടൻ കോഴി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് പുരട്ടി കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തത് അത് ചേർക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി. ഇത് ചെറിയുള്ളിയാണ്. 250 ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ പകുതി വെന്ത് വരുമ്പോൾ ഇത് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ചേർക്കുന്നില്ല, ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, കുരുമുളകാണ് ചേർക്കുന്നത്. എരിവിന് ആവശ്യമായ കുരുമുളക് 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിനെ കൊണ്ട് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ചിക്കൻ വേവാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഇതിന് നല്ല വേവുണ്ടാവും. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് നോക്കാം. ഇത് പകുതിയോളം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ചുകൂടി കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇതിന് കുറച്ച് എരിവ് കുറവുണ്ട്. 4 സ്പൂണ് കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത്. ടേബിൾ സ്പൂണാണ്. 4 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്ത്. ഇനി എരിവ് കുറവാണെങ്കിൽ കുറച്ച് കാന്താരി ചേർത്ത് കൊടുക്കാം. കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതായോ നോക്കാം. ഇത് നല്ല വെന്ത് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് വെക്കാം. കുറച്ചധികം തേങ്ങാക്കൊത്ത് വേണം, അതാണ് ഈ ചിക്കൻ്റെ ടേസ്റ്റ്. ഇതായിട്ടുണ്ട്. ഇനി ഇത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചിക്കൻ ഒരു 5 മിനിറ്റും കൂടി അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിന് മൂടി വെക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ആക്കാം. ഇതിനെ നമുക്ക് ഇറക്കി വെക്കാം. 2 ഇല എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇലേൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഇലയിലിട്ടിട്ടുണ്ട്. ഇനി ഇതേപോലെ പൊതിഞ്ഞു കൊടുക്കാം. ഒരു അരമണിക്കൂർ ഇതേപോലെ പൊതിഞ്ഞിട്ട് നമുക്ക് വെക്കാം. ഇതേപോലെ ആക്കി വെക്കാം. ചിക്കൻ അരമണിക്കൂറായി വെച്ചിട്ട് നമുക്കിത് തുറന്നു നോക്കാം.
ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.